നമസ്കാരം. 20th അവറാണ് നിഗൂഢതകളുടെ 20ാം മണിക്കൂർ. മേഘാലയയിൽ ഒരു ഹണിമൂൺ കൊലപാതകം നമ്മൾ കണ്ടതാണ്. അന്ന് കാമുകനൊപ്പം ജീവിക്കാൻ വേണ്ടി കല്യാണം കഴിച്ച ഉടൻ തന്നെ ഭർത്താവിനെ കൊന്ന സാഹചര്യം. അതിൻ്റെ ഒരു ആവർത്തനം ഇപ്പോൾ വീണ്ടും സംഭവിക്കുന്നു. സ്വന്തം ഭർത്താവിനെ മദ്യപിച്ച് ലക്കുകെട്ട രീതിയിൽ പുറത്ത് റോട്ടിലേക്ക് നടത്താൻ കൊണ്ടുപോവുക, അവിടെ വെച്ച് കൊലപ്പെടുത്തുക. ഈ വാർത്തയിലേക്കാണ് ആദ്യം എത്തുന്നത്. സ്വാഗതം ഒരിക്കൽ കൂടി. മേഘാലയ മോഡൽ ഹണിമൂൺ കൊലപാതകം വീണ്ടും. കാമുകന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി ഭർത്താവിനെ വാഹനമിടിച്ച് കൊന്നു. യുവതിയും കാമുകന്റെ സുഹൃത്തുക്കളും അറസ്റ്റിൽ. വിവാഹം കഴിഞ്ഞിട്ട് അധികം നാളായില്ല. പക്ഷെ അപ്പോഴേക്കും പഴയ കാമുകനോടൊപ്പമുള്ള ബന്ധം വീണ്ടും ആരംഭിച്ചിരുന്നു. അങ്ങനെയാണ് ഭർത്താവിനെ കൊന്ന് കാമുകനെ ഒപ്പം ജീവിക്കണമെന്നുള്ള ആഗ്രഹം വരുന്നത്. അതിന് കാമുകന്റെ തന്നെ സഹായം തേടി. പക്ഷെ യുവതി പോലീസിന്റെ പിടിയിലായി. രാജസ്ഥാനിലെ ശ്രീഗംഗാനഗർ സ്വദേശിയായിട്ടുള്ള ആശിഷ് എന്ന യുവാവാണ് കൊല്ലപ്പെട്ടത്. ജനുവരി 30-ാം തീയതിയായിരുന്നു ഈ സംഭവം. ആദ്യം അതൊരു വാഹനാപകടമാണ് എന്നാണ് കരുതിയത്. പക്ഷേ പിന്നീട് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായി കരുതിക്കൂട്ടിയുള്ള ഒരു കൊലപാതകമായിരുന്നു എന്ന്. ആശിഷിനെ ഭാര്യ അഞ്ജുവും അവളുടെ കാമുകൻ സഞ്ജു ഒപ്പം മറ്റ് 2 പേർ സുഹൃത്തുക്കളാണ് ചേർന്നാണ് കൊലപ്പെടുത്തിയത്. അത് വാഹനാപകടമാണെന്ന് വരുത്തി തീർക്കുകയായിരുന്നു ലക്ഷ്യം. വൈകിട്ട് നടക്കാനിറങ്ങിയപ്പോൾ 2 പേരെയും വാഹനമിടിക്കുകയും അപകടത്തിൽ ഭർത്താവ് മരിക്കുകയും ചെയ്തു എന്നാണ് യുവതി എല്ലാവരോടും പറഞ്ഞിരുന്നത്. എന്നാൽ ആഷിഖിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ അതിൽ ചില അസ്വാഭാവികതകൾ. അഞ്ജുവിനെ ചോദ്യം ചെയ്തപ്പോൾ അവിടെ മൊഴിയിലും ചില വൈരുദ്ധ്യങ്ങൾ. അങ്ങനെയാണ് ഈ കേസ് വിശദമായി അന്വേഷിക്കാൻ പോലീസിനെ പ്രേരിപ്പിച്ചത്. 3 മാസങ്ങൾക്ക് മുമ്പ് മാത്രമായിരുന്നു ആ വിവാഹം. വളരെ ആഘോഷത്തോടുകൂടി നടത്തിയതാണ് ആ വിവാഹ ചടങ്ങ്. ഇനി ഈ മരിക്കുന്ന ദിവസം ആശിഷ് മദ്യപിച്ചിരുന്നു. വൈകിട്ടായപ്പോൾ ഒന്ന് നടന്നിട്ട് വരാം എന്ന് പറഞ്ഞാണ് അഞ്ജു ഈ ആശിഷിനെ കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോകുന്നത്. ആളൊഴിഞ്ഞ റോഡിലൂടെ നടക്കുന്നതിനിടെ അമിത വേഗത്തിലെത്തിയ ഒരു കാറ് ഇടിക്കുകയും ആ കാറിലുള്ളവർ തന്റെ സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ കവർന്നു എന്നുമൊക്കെയാണ് അപകടത്തിന് ശേഷം ഈ പെൺകുട്ടി പറഞ്ഞത്. രാത്രി ഏതാണ്ട് 9 മണിയോടുകൂടിയാണ് ഈ ശ്രീഗംഗാനഗർ പോലീസിന് ഒരു ദമ്പതികൾ റോഡിൽ അബോധാവസ്ഥയിൽ കിടക്കുന്നു എന്നുള്ള വിവരം ഫോൺ കോളായി എത്തുന്നത്. ഏറ്റവും അടുത്തുള്ള കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലേക്ക് എത്തിച്ചുവെങ്കിൽ പോലും ആശിഷ് മരിച്ചുവെന്ന് അവിടുത്തെ ഡോക്ടർമാർ തന്നെ സ്ഥിരീകരിച്ചു. ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധിച്ചു. ആശിഷിന്റെ ശരീരത്തിലെ ചില പരിക്കുകളിൽ പോലീസിന് ചില സംശയങ്ങൾ തോന്നി. ഇയാളുടെ ശരീരത്തിൽ മുറിവേറ്റ പാടുകളുണ്ടായിരുന്നു. ഒരു വാഹനാപകടത്തിൽ ഉണ്ടാകുന്ന മുറിവുകളല്ലാത്ത തരത്തിൽ. മെഡിക്കൽ റിപ്പോർട്ടിൽ കഴുത്ത് ഞെരിച്ചുള്ള മരണമാണ് എന്നാണ് ആശിഷിന്റെ മരണത്തിൽ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തത വന്നത്. അങ്ങനെ ആ സംശയം മുഴുവൻ അഞ്ജുവിലേക്ക് എത്തി. അപകടം നടന്നു, അവിടെ ആഭരണങ്ങൾ കവർന്നെടുത്തു. എന്നിട്ടും അഞ്ജുവിന് മാത്രം വലിയ പരിക്കൊന്നുമില്ല. അത് പോലീസിന്റെ സംശയം ബലപ്പെടുത്തി. അങ്ങനെ വിശദമായിട്ടുള്ള ഒരു അന്വേഷണത്തിന് പോലീസ് തുനിഞ്ഞു. തെളിവുകൾ ശേഖരിച്ച് നടത്തിയ ചോദ്യം ചെയ്യലിൽ അഞ്ജുവിന് കുറ്റം സമ്മതിക്കേണ്ടി വരുന്നു. അതാണ് പോലീസ് പറയുന്നത്. उसके भतीजे की रात को एक केएलएम के रोड पर जाते हुए किसी अज्ञात वाहन ने टक्कर मार दी, जिससे कि उसकी मृत्यु हो गई. तो ये हमने तुरंत मौका देखकर और प्रकरण दर्ज किया एक्सीडेंट की धाराओं में. लेकिन जब एफएसएल टीम बुलाई गई मौके पर, उच्च अधिकारियों ने जब विजिट किया तो कुछ संदेहास्पद लगी सभी बातें. तो उस पर तुरंत टीम गठित की गई और सभी बातों को ध्यान में रखते हुए इसमें तकनीकी रूप से भी, आसूचना संकलन से भी सभी रूप से अनुसंधान प्रारंभ किया गया. അയൽവാസിയായിട്ടുള്ള സഞ്ജു എന്നുള്ള യുവാവുമായി ഈ പെൺകുട്ടി, അവളുടെ പേര് അഞ്ജു, കാമുകന്റെ പേര് സഞ്ജു,
ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു. ഇതിനിടയിലാണ് ഈ ആഷിഖിന്റെ വിവാഹാലോചന വന്നതും വീട്ടുകാർ ആ വിവാഹം നടത്തുന്നതും. ഈ ദാമ്പത്യ ജീവിതത്തിൽ അഞ്ജു അത്ര സന്തുഷ്ടരായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഇതോടെ ഈ സഞ്ജുവുമായിട്ടുള്ള ബന്ധം അത് തുടർന്നു. ഇരുവരും ചേർന്ന് അങ്ങനെ ആഷിഖിനെ കൊല്ലാൻ പദ്ധതിയിടുകയാണ്, ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി. ആ പദ്ധതിക്ക് അത് ആസൂത്രണം ചെയ്തത് മുഴുവൻ ഈ ഭാര്യയായിട്ടുള്ള അഞ്ജു ആണെന്നും പോലീസ് പറയുന്നു. इसमें जो आशीष है उसकी धर्मपत्नी अंजू है, वही एक इसमें मुख्य सूत्र निकली. ये एक्सीडेंट ना होके हत्या का प्रकरण निकला. घटना वारदात जो जिस हिसाब से इन्होंने अंजाम दिया, 3 माह पूर्व ही आशीष और अंजू की शादी हुई थी, किंतु अंजू इस शादी से खुश नहीं थी. उसके पहले ही संपर्क किसी संजू नाम के व्यक्ति से थे. तो अंजू ने और ये संजू ने, उसके जो प्रेमी हैं, उन दोनों ने ये एक प्लान बनाया. चूंकि आशीष हमेशा खाना खाने के बाद रात को घूमता था, तो अंजू ने पहले उसके साथ घूमना शुरू किया सड़क पर, और फिर संजू के साथ प्लान बनाते हुए ഈ എല്ലാ ദിവസവും ഭക്ഷണം കഴിഞ്ഞ ശേഷം ഒരു നടത്തം പതിവാണ് ഈ ആശിഷിന്. ഇനി ഇതിനിടയിൽ അഞ്ജു ആശിഷിന് സ്ഥിരമായി മദ്യം നൽകാൻ തുടങ്ങി, പ്രേരിപ്പിക്കാൻ തുടങ്ങി മദ്യപാനത്തിന്. അങ്ങനെ മദ്യപിക്കുകയും അന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്ത ശേഷം ഒന്നിച്ച് പുറത്തേക്ക് നടക്കാൻ പോകുന്നു. അതും അഞ്ജു കൂടെ പോകുന്നത് പതിവാക്കി. അന്ന് സംഭവിച്ചതും അതേ കാര്യങ്ങളാണ്. ആളൊഴിഞ്ഞൊരു സ്ഥലത്തെത്തിയപ്പോൾ ഈ സംഘം കാത്തിരുന്നു. ആ സഞ്ജുവും സുഹൃത്തുക്കളായ രോഹിത്, സിദ്ധാർത്ഥ് ഇവരെല്ലാവരും ചേർന്ന് ആഷിഖിനെ ആക്രമിച്ചു. അല്പം മദ്യലഹരിയിലൊക്കെ ആയിരുന്നുകൊണ്ട് തന്നെ ആഷിഖിന് അത്രമാത്രം പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല. കഴുത്ത് ഞെരിച്ചാണ് കൊലപ്പെടുത്തിയത്. അതിനുശേഷമാണ് ഈ വാഹന അപകടം എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി വേഗത്തിലെത്തി ആ കാറ് കൊണ്ട് ഇടിപ്പിച്ചത്. ഇങ്ങനൊരു ബന്ധമുണ്ടായിരുന്നു എന്ന് അറിയാതെയാണ് വിവാഹം കഴിപ്പിച്ചതെന്നാണ് ഈ ആശിഷിന്റെ കുടുംബമൊക്കെ പറയുന്നത്. അവർ തറപ്പിച്ച് പറയുന്നു, ഇത്തരമൊരു ബന്ധം ഈ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ അതിന് തുനിയുമായിരുന്നില്ല. जो हमारी औलाद ऐसी निकलेगी हमें पता होता तो हम ऐसा कारनामा कुछ नहीं करने देते. यहाँ पे हम मर जाते पर यहाँ पे उसकी शादी नहीं करते. अब आप क्या मतलब कि जो दोषी है उनके लिए आप क्या कहना चाहोगे? सर मैं ये कहना चाहता हूँ भी उनको इतनी सजा देनी चाहिए. फिलहाल तो फांसी हो तो सर बहुत ही अच्छी बात है. അത്രമാത്രം നിരാശയുണ്ട് ആ കുടുംബത്തിന് എന്നുള്ളത് സംശയമില്ല. എന്തായാലും തന്നെ കൊള്ളയടിച്ചു എന്ന് വരുത്തി തീർക്കാൻ അഞ്ജു തന്റെ ആഭരണങ്ങൾ എല്ലാം സഞ്ജുവിന് നൽകിയിരുന്നു. അങ്ങനെ ബോധരഹിതയായി അഭിനയിച്ചാണ് ആ അപകടശേഷം അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്ത അപകടത്തിന് ശേഷം ആ റോഡരികിൽ അവൾ കിടന്നത്. ഭർത്താവ് അരികിൽ മരിച്ചു കിടക്കുന്നു, ഇവൾ ബോധരഹിതയായി അവിടെ സൈഡിൽ കിടക്കുന്നു. അങ്ങനെ സമീപവാസികളാണ് വിവരം പോലീസിനെ വിളിച്ച് അറിയിക്കുന്നത്. എന്നാലും ഒരു ആസൂത്രണം എന്നൊക്കെ പറഞ്ഞാൽ അതും 3 മാസം മാത്രമാണ് ആ വിവാഹം കഴിഞ്ഞിട്ടായത്. അങ്ങനെയായിരുന്നുവെങ്കിൽ എന്തിനാണ് സ്ത്രീ ആ വിവാഹത്തിന് തയ്യാറായത് എന്നത് മാത്രമാണ് ചോദ്യം. ഒരു യുവാവിൻ്റെ ജീവനെടുത്തു ആ പെൺകുട്ടിയും അവളുടെ കാമുകനും ചേർന്ന്. സഹോദരിയെ പ്രണയിക്കുന്നുവെന്ന് സംശയം, കൂട്ടുകാരനെ കൊന്ന് ഓടയിൽ തള്ളി. ഗുരുഗ്രാമിലെ സൈബർ സിറ്റിയിലാണ് ഈ സംഭവം. സഹോദരിയുമായി പ്രണയത്തിലായി എന്നുള്ള ഒരു സംശയമാണ് കൂട്ടുകാരനെ അങ്ങ് തീർത്ത് കളയാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. സുഹൈബ് എന്ന 27 വയസ്സുള്ള പയ്യനാണ് കൊല്ലപ്പെടുന്നത്. കൊന്നത് ആത്മാർത്ഥ സുഹൃത്താണ്. അയാളുടെ പേര് സീഷാൻ. ഒരു ജോലിയുണ്ട്, പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞാണ് ഈ സുഹൃത്തിനെ ഈ സീഷാൻ വിളിച്ചു വരുത്തുന്നത്. ഈ രാജേന്ദ്ര പാർക്ക് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ശരിക്കും ഈ സുഹൈബിൻ്റെയും സീഷാന്റെയും വീട്, യഥാർത്ഥ നാട്. പക്ഷെ ഗുരുഗ്രാമിലാണ് കുറച്ച് നാളുകളായി ഈ സീഷാൻ ഇപ്പോൾ താമസിക്കുന്നത്. അങ്ങനെയാണ് ഗുരുഗ്രാമിലേക്ക് വിളിച്ചു വരുത്തുന്നത്. അങ്ങനെ സീഷാൻ എത്തി മദ്യം നൽകി. ആദ്യം മദ്യം നൽകി അല്പം ലക്ക് കെട്ടു എന്നുള്ളൊരു തോന്നൽ വന്നതും
ഇലക്ട്രിക് വയർ കൊണ്ട് പിന്നിൽ നിന്ന് കഴുത്തു മുറുക്കി കൊലപ്പെടുത്തി. അങ്ങനെയായിരുന്നു ആ കൊലപാതകം. അതിനുശേഷം എന്ത് ചെയ്തു? ഈ ഗുരുഗ്രാമിനടുത്ത് ഒരു വലിയ അഴുക്കുചാലുണ്ട്, അവിടെ തള്ളി ആ മൃതദേഹം. പിന്നീട് അതിലേറെ നാടകമായിരുന്നു. ഈ സുഹൈബിനെ പതിവ് സമയത്ത് കാണാതായതോടുകൂടി വീട്ടുകാർക്ക് പരിഭ്രാന്തിയായി. വീട്ടുകാർക്ക് ഒരു കാര്യം അറിയാമായിരുന്നു, അത് സുഹൃത്ത് വിളിച്ചിട്ട് ആണ് പോകുന്നത്, ഒരു ജോലിക്ക് വേണ്ടിയാണ് എന്നുള്ളത്. അങ്ങനെ സുഹൈബിനെ കാണാനില്ല എന്ന് പരാതി നൽകാൻ ഈ വീട്ടുകാർ പോലീസ് സ്റ്റേഷനിലെത്തി. അപ്പോൾ സീഷാനും ഒപ്പം കൂടിയിരുന്നു. പിന്നീട് വലിയ തെരച്ചിലായിരുന്നു. പോലീസ് സംഘവും നാട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെ ചേർന്നു. ആ തെരച്ചിലിനൊക്കെ സജീവമായി നേതൃത്വം നൽകിയതും ഇയാൾ തന്നെയാണ്. ഈ സീഷാൻ വിളിച്ചിട്ടാണ് സുഹൈബ് അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്നുള്ള ഓർമ്മ അത് വീട്ടുകാർക്കുണ്ട്. അത് പോലീസിനോട് പറഞ്ഞിരുന്നു. അപ്പോൾ പോലീസ് ഇന്ന് ചോദ്യം ചെയ്തു. എന്നാൽ മുസ്തഫാബാദിലേക്ക് ജോലിക്ക് പോയി എന്നായിരുന്നു അന്ന് അയാൾ നൽകിയ മറുപടി. കേസ് എടുത്തു. അങ്ങനെ അന്വേഷണം ആരംഭിച്ചു. ഈ മുസ്തഫാബാദിലും അന്വേഷിച്ചു. അവിടെ ചെന്നിട്ടില്ല എന്ന് വ്യക്തമായി. അങ്ങനെ പോലീസിന് സീഷാന് മേലുള്ള സംശയം ബലപ്പെടുകയാണ്. അങ്ങനെ തുടർച്ചയായി ചോദ്യം ചെയ്തു. ഒടുവിൽ സീഷാൻ ആ കുറ്റസമ്മതം നടത്തി. ശ്വാസം മുട്ടിച്ച് ഞാൻ കൊന്നു, അതിനുശേഷം ഒരു കമ്പിളിയിൽ പൊതിഞ്ഞ ആ അഴുക്കുചാലിൽ പ്രകാശ്പൂരി ചൗക്കിലെ ആ ഓടയിൽ തള്ളി എന്നായിരുന്നു കുറ്റസമ്മതം. അങ്ങനെ അവിടെ നടത്തിയ തെരച്ചിലിൽ പോലീസിന് മൃതദേഹം കിട്ടുകയും ചെയ്തു. ഗുരുഗ്രാമിലെ ഒരു സലൂണിൽ മുടി വെട്ടുന്ന ആളാണ് ഈ പ്രതി. ഇതിനിടയിൽ മറ്റു ചില റിപ്പോർട്ടുകൾ വന്നത് തൻ്റെ സഹോദരിയുടെ നഗ്നചിത്രം കണ്ടതിലുള്ള പ്രതികാരം കൂടിയാണ് എന്നുള്ളതാണ്. അതും സുഹൃത്തിൻ്റെ ഫോണിൽ തന്നെ കാണേണ്ടി വന്ന സാഹചര്യമുണ്ടായി എന്നും ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും സീഷാനെ പോലീസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സീഷാനിൻ്റെ ചോദ്യം ചെയ്യൽ അത് ഇനിയും തുടരും. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് അറിയേണ്ടതുണ്ട്. അതിൽ കൂടുതൽ വ്യക്തത വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് പോലീസ്. ഭാര്യയെ സംശയം. ശ്വാസം മുട്ടിച്ച് കൊന്ന ശേഷം ഒളിവിൽ പോയ ഭർത്താവ് രാജസ്ഥാനിൽ നിന്നും പിടിയിലായി. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഹരിയാനയിലെ ഗുരുഗ്രാമിൽ തന്നെ ഈ കൊലപാതകം നടക്കുന്നത്. ഉത്തർപ്രദേശ് ഔറേയ ജില്ലയിലെ ഖാസ്ബാരയിൽ നിന്നുള്ള 30 വയസ്സ് മാത്രം പ്രായമുള്ള ഷീലു എന്ന യുവതിയാണ് കൊല്ലപ്പെടുന്നത്. കാൺപൂർ സ്വദേശി സണ്ണി ദയാലാണ് അവളുടെ ഭർത്താവ്. 8 വർഷം മുമ്പായിരുന്നു സണ്ണി ദയാൽ ഷീലു ദമ്പതികളുടെ വിവാഹം. 7 വയസ്സുള്ള ഒരു മകനും 3 വയസ്സുള്ള ഒരു മകളുമുണ്ട് അവർക്ക്. കഴിഞ്ഞ 4 മാസമായി ഗുരുഗ്രാമിലാണ് ഇവർ താമസിക്കുന്നത്. ഈ ഷീലുവിന് എപ്പോഴും ഈ സണ്ണി ദയാലിന് സംശയമാണ്. തുടർച്ചയായി ഇതേ തുടർന്ന് തർക്കങ്ങളും ഉണ്ടാകാറുണ്ട്. അങ്ങനെ ആ ദിവസം, ആ കൊലപാതകം നടക്കുന്ന ദിവസവും ഒരു തർക്കമുണ്ടാവുകയാണ്. ആ തർക്കം രൂക്ഷമായി. തർക്കം അതിരൂക്ഷമായപ്പോൾ ഒരു തലയിണയെടുത്ത് ശ്വാസം മുട്ടിച്ച് ഷീലുവിനെ അയാൾ കൊന്നു. കൊലപാതകം കഴിഞ്ഞ് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഷീലുവിൻ്റെ സഹോദരൻ അലോക് എന്ന് പറയുന്ന വ്യക്തി, അലോകിന് ഒരു ഫോൺ കോൾ എത്തുകയാണ് ഈ സണ്ണി ദയാലിൻ്റെ. അങ്ങനെ അലോകിനെ ഫോണിൽ വിളിച്ച് പറയുകയാണ്, സഹോദരിക്ക് പരിക്കേറ്റിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകണം. ഇത്ര മാത്രമായിരുന്നു ഫോൺ കോൾ. അങ്ങനെ ഇവർ വളരെ ആദ്യ പിടിച്ച് ഓടിയ വീട്ടിലെത്തിയപ്പോൾ വീട് പൂട്ടിയിട്ട നിലയിലായിരുന്നു. പൂട്ടൊക്കെ തകർത്ത് അകത്ത് കയറി നോക്കിയപ്പോൾ അലോകും വീട്ടുകാരും കണ്ടത് ബെഡിൽ ഷീലുവിൻ്റെ മൃതദേഹമാണ്. ഈ സംഭവത്തിന് ശേഷം പ്രതിയായ സണ്ണി മുങ്ങിയിരുന്നു. എവിടെയാണെന്ന് ഒരു വ്യക്തതയുമില്ല. പോലീസ് പലതരത്തിലും അന്വേഷിച്ചു. രാജസ്ഥാനിലേക്കാണെന്നൊക്കെ ബോധ്യമായത് പിന്നീടാണ്. ഈ അലോക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുന്നത്. അങ്ങനെ പോലീസിന്റെ അന്വേഷണത്തിൽ ഈ സംശയരോഗമാണ് അതിന് കാരണമെന്ന് വ്യക്തമായി. कुछ बातों को लेकर के मनमुटाव चलता रहता था और अक्सर इनके बीच में झगड़े होते थे। तो 28 और 29 तारीख की रात को इसने इस हत्या की वारदात को अंजाम दिया और उसके बाद ये फरार हो गया था। पुलिस के द्वारा फिलहाल इसको गिरफ्तार कर लिया गया। मामले फर्दर कार्रवाई पुलिस के द्वारा पूरी की जा रही है। एक्यूज जो है, एक्यूज दिहाड़ी मजदूरी का काम करता है
और गुड़गांव में करीब 4 महीने पहले ये खांडसा गांव में किराए पर रहने के लिए आया था और लड़ाई झगड़े के चलते इसने अपनी पत्नी की हत्या करके इस वारदात को अंजाम दिया। തുടർച്ചയായിട്ടുള്ള തർക്കങ്ങൾ, ഇതേ തുടർന്നുള്ള കലഹങ്ങളൊക്കെ പതിവായിരുന്നുവെന്ന് നാട്ടുകാരും പറയുന്നുണ്ട്. അങ്ങനെ സംശയരോഗമാണ് കാരണം. അതുകൊണ്ട് തന്നെ ഞാൻ അവളെ കൊന്നു എന്നാണ് പോലീസിനോടുള്ള കുറ്റസമ്മതം. എപ്പോഴും സംശയത്തിന്റെ പേരിൽ ഇയാൾ വഴക്കിടാറുണ്ട് എന്ന് ഷീലു പലപ്പോഴായി വീട്ടുകാരോടും പറയാറുണ്ടായിരുന്നു. അപ്പോൾ അവരും അക്കാര്യം പറഞ്ഞു. കൊലപാതകം നടത്തി ഏതാണ്ട് 12 മണിക്കൂർ കഴിഞ്ഞാണ് ഇയാൾ അലോക്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അളിയൻ, ഈ മരിച്ച ഷീലുവിന്റെ സഹോദരനെ വിളിച്ച് അറിയിക്കുന്നത്. എന്തായാലും പോലീസ് ആദ്യം അന്വേഷണം നടത്തി. മനസ്സിലായത് ആദ്യം ഇയാൾ പോയത് ആഗ്രയിലേക്കാണ്, പിന്നീട് രാജസ്ഥാനിലെ ജയ്പൂരിലേക്കും കടന്നു. പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. കൂടുതൽ വിവരങ്ങൾ പിന്നാലെ എത്തും. മദ്യപിച്ച ശേഷം സിഗരറ്റ് വലിക്കാൻ ഒരു കടയിൽ കയറി. സിഗരറ്റ് അതിൻ്റെ കാശ് വേണമെന്ന് കടക്കാരൻ പറഞ്ഞപ്പോൾ കൂട്ടം ചേർന്ന് അയാളെ അങ്ങ് മർദ്ദിച്ച് അവശനാക്കി കൊന്നു. ഈ വാർത്തയിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. സിഗരറ്റ് വാങ്ങിയ ശേഷം പാൻ ഷോപ്പ് ഉടമയെ മർദ്ദിച്ചു കൊന്നു. പ്രതികളിൽ 4 പേർ അറസ്റ്റ്. കർണാടകയിലെ ബെലഗാവിയിലാണ് സംഭവം. 48 വയസ്സുള്ള പാൻ ഷോപ്പ് ഉടമ യെല്ലപ്പ നായിക്. ഒരു ആഘോഷത്തിലൊക്കെ പങ്കെടുത്ത് മടങ്ങിയ 4 പേർ യെല്ലപ്പ നായിക്കിന്റെ പാൻ ഷോപ്പിലെത്തുകയാണ്. 4 സിഗരറ്റ്, 2 കുപ്പി വെള്ളം, ഇതാണ് ഇവർ വാങ്ങിയത്. സിഗരറ്റൊക്കെ വലിച്ച് ഇവർ പോകാൻ നേരത്ത് പണം ചോദിച്ചപ്പോൾ കൊടുക്കില്ലത്രേ. അർദ്ധരാത്രി ഏതാണ്ട് 12 മണിയായിരുന്നു സമയം. കാശ് ചോദിച്ചപ്പോൾ അവർ ബഹളം വയ്ക്കുകയാണ്. പിന്നെ അങ്ങ് മർദ്ദിക്കാൻ തുടങ്ങി. യെല്ലപ്പ നായിക്ക് അവിടെ ഒറ്റയ്ക്കായിരുന്നു. 2 പേർ യെല്ലപ്പയെ പിന്നിൽ നിന്ന് ബലമായി പിടിച്ചു വെച്ചു. മറ്റുള്ള 2 പേർ അതിക്രൂരമായി ശരീരമാസകലം മർദ്ദിച്ചു. അങ്ങനെ ബഹളം കെട്ട് ആളുകൾ ഓടിക്കൂടി. അപ്പോഴേക്കും പ്രതികൾ കടന്നു കളഞ്ഞു. ഈ ആളുകൾ ഓടിയെത്തി യെല്ലപ്പ എഴുന്നേൽപ്പിക്കുമ്പോഴേക്കും മർദ്ദനമേറ്റ് അവശ നിലയിലായിരുന്നു അയാൾ. ഏറ്റവും അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ അതിലും മികച്ച സൗകര്യമുള്ള KLE ആശുപത്രിയിലേക്ക് ഉടൻ തന്നെ മാറ്റണമെന്നായിരുന്നു ഡോക്ടർമാർ പറഞ്ഞത്. അങ്ങനെ KLE ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. പ്രതികൾ എന്തൊക്കെയോ ലഹരിയിലായിരുന്നു, മദ്യത്തിന്റെ മണമുണ്ടായിരുന്നു എന്നും വന്ന വഴിനീളെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചാണ് അവർ വന്നതെന്നും ആ നാട്ടുകാർ പറയുന്നു. ഒപ്പം പോലീസ്. Boys were returning from their jatra. They stopped around 12:30 in the night in a shop for buying cigarette and drinking water. And when the shop owner and victim in this case, Sri Yellappa Durgappa Naik, he asked for the money. There was a vulgar altercation which led to assault by these boys on this victim. They beated him with their hands and legs, and he started shouting, and immediately his relatives and neighbors gathered and they stopped the fight. After this incident, Mr. Yellappa complained of stomach pain. He was immediately shifted to the hospital, and by 4 a.m. in the morning he was declared dead due to the internal injuries. 4 suspect boys who had beaten him have been secured by Kakti police. Case has been booked under various sections of BNS and Prevention of Atrocities Act, and further investigation has been transferred to DCRE police station. കുടുംബത്തിന് ഏക ആശ്രയമായിരുന്നു ആ യെല്ലപ്പ. എന്താണെങ്കിലും പ്രജ്വൽ പാട്ടീൽ 22 വയസ്സുകാരനാണ്. നിഖിൽ ചൗഗലെ മറ്റൊരു 22കാരൻ, കൂടെ ഉണ്ടായിരുന്ന വിവേൽ ചൗഗലെ, ശ്രീധർ പാട്ടീൽ എന്നിങ്ങനെ 4 പ്രതികളെയാണ് ഈ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതികൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നാണ് ആ കുടുംബവും നാട്ടുകാരും ഒരേപോലെ ആവശ്യപ്പെടുന്നത്. ഓരോ പ്രതിയുടെയും പങ്കും കണ്ടെത്താൻ കൂടുതൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പോലീസ്.
ഭൂമിയെ ചൊല്ലി തർക്കം, 45-കാരന് അതിക്രൂര മർദ്ദനം. ആക്രമിച്ചത് സഹോദരങ്ങളായ 3 അംഗ സംഘം. കാസർഗോഡ് പാടി കൊലാച്ചിയടുക്കം സ്വദേശി അബ്ദുൽ ഹാരിസിനെയാണ് അതിക്രൂരമായി ആക്രമിച്ചത്. ഒരു സംഘം ഇരുമ്പ് വടി ഉൾപ്പെടെയുള്ള മാരക ആയുധങ്ങളുമായി എത്തിയാണ് ആക്രമിക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റ ഇയാൾ ചികിത്സയിലാണ്. പിതാവിന്റെ സ്വത്ത് അത് തട്ടിയെടുക്കാൻ ശ്രമിച്ചു. അത് ചോദ്യം ചെയ്തതിൽ പ്രകോപിതരായിട്ടാണ് സഹോദരങ്ങളായിട്ടുള്ള 3 അംഗ സംഘം ഈ അബ്ദുൽ ഹാരിസിനെ ആക്രമിച്ചത് എന്നാണ് പറയുന്നത്. എന്നാലും മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. ആ CCTV ദൃശ്യങ്ങളിലുണ്ട് അതിന്റെ ക്രൂരത, എത്രമാത്രം ക്രൂരമായിട്ടാണ് അയാളെ ആക്രമിക്കുന്നത്. സംഘം ചേർന്നെത്തി അങ്ങനെ ക്രൂരമായിട്ട് മാരകായുധങ്ങളുമായിട്ടുള്ള ആക്രമണത്തിലാണ് ഗുരുതരമായി ആ യുവാവിന് പരിക്കേൽക്കുന്നത്. 4 ദിവസം മുമ്പ് ഈ വിഷയത്തിൽ ഈ അബ്ദുൽ ഹാരിസും അക്രമി സംഘവും തമ്മിൽ ചില വാക്തർക്കങ്ങൾ നടന്നിരുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടാണ് കഴിഞ്ഞ ദിവസം ഈ 3 അംഗ സംഘം കൊലാച്ചിക്കടുത്ത് വെച്ച് ഇരുമ്പ് വടി ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായി എത്തി തന്നെ ആക്രമിച്ചതെന്ന് അബ്ദുൽ ഹാരിസ് പറയുന്നുണ്ട്. പ്രതികൾക്കെതിരെ നിസാര വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തതെന്നും വധശ്രമത്തിനുൾപ്പെടെ കേസെടുക്കണമെന്നും ഹാരിസ് ആവശ്യപ്പെടുന്നു. ഇവർ ഇപ്പോഴും നാട്ടിലിങ്ങനെ വിലസി നടക്കുകയാണെന്നാണ് ഹാരിസിന്റെ പരാതി. എന്നാലും പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് ആ കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും ഒക്കെ ആവശ്യം. മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റു അബ്ദുൽ ഹാരിസിന്. ചെർക്കളയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. ദേഹമാസകലം പരിക്കേറ്റിട്ടുണ്ട്. മൂക്കിന്റെ പാലം തകർന്നു, തലയിലും പരിക്കേറ്റു. എന്നാലും അബ്ദുൽ അസീസ്, അബസീർ, ആഷിഖ് എന്നിവർക്കെതിരെയാണ് വിദ്യാനഗർ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അവരുടെ സമയം പൂർണ്ണമാകുകയാണ്. അതിനു മുമ്പ് ഇന്ത്യ മുന്നേറുകയാണ്. എന്താണ് ഈ കുതിപ്പിന് ശക്തി പകരുന്നത്? പുതിയ ആശയങ്ങൾ നടപ്പാക്കുന്നത് എങ്ങനെ? രാത്രി 9:15 കാണാം. കാത്തിരിക്കുക. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.